പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന കൊലക്കേസിലെ പ്രതി, നീ എന്ത് കാരണം കൊണ്ട് ആദ്യത്തെ കൊലപാതകം നിർവഹിച്ചു എന്നതിൻ്റെ മറുപടി ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം അയൽപ്പക്കത്തുള്ള നീണ്ട മുടിയുള്ള ഒരു പെണ്ണാണ്. എങ്കിൽ ആ പെണ്ണെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവളെ കൊന്നുകളഞ്ഞു. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ സ്വന്തം ബന്ധു അമ്മാവൻ കൊണ്ടുപോയി കിണറ്റിലിട്ടു. പ്രതിയുടെ ചോദ്യം വിശദീകരണത്തിൽ അയാൾ പറയുന്നുണ്ട്, ദേവന്തു പേരിലറിയപ്പെടുന്ന ഈ 2.5 വയസ്സുകാരി ജനിച്ചത് മുതലാണ് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത്. അതുകൊണ്ട് ഈ കുട്ടിയാണ് പ്രശ്നം എന്ന് കരുതി കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു. ഇനി ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഇതൊക്കെ മറ്റൊരു പേരാണെങ്കിൽ, മറ്റൊരു മതത്തിന്റെ പേരാണെങ്കിൽ, എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരും ഒഴിവല്ല. വീട്ടിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ 1 or 2 ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്നങ്ങ് മരിച്ചുപോയാൽ പിന്നെ നമ്മുടെ ആദി എന്തായിരിക്കും? അത് ആരാ ചെയ്തത്? വീട്ടിലെ പ്രധാനപ്പെട്ട 1 or 2 വ്യക്തികൾക്ക് അപകടം സംഭവിച്ചാൽ, കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആലോചനകൾ നടത്തി അവസാനം വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടൻ വീട്ടുകാർ പറയും, എവിടെയെങ്കിലും ഒന്ന് പോയി നോക്ക്. എന്തിന്? പ്രശ്നം പരിഹരിക്കാൻ. ഈ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാറാപ്പ് ഭാണ്ഡങ്ങൾ ചുമന്ന് പൈസയും അഭിമാനവും നഷ്ടപ്പെടുത്തി നീറിക്കഴിയുന്ന ആളുകൾക്കിടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കൽപ്പനയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളുണ്ട്. ദീനൊന്നും വിട്ടുപോയിട്ടില്ല. മനുഷ്യരെ, നിങ്ങൾ അറിയണം, അള്ളാഹു നിങ്ങൾക്ക് ബാധിപ്പിക്കുന്നതാണെങ്കിൽ, ബിദുരിൻ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട്, ദുരിതം അള്ളാഹു ബാധിപ്പിക്കുകയാണെങ്കിൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവൻക്കല്ലാതെ അത് നീക്കം ചെയ്യാൻ സാധ്യമല്ല. അത് പടച്ചോൻ തന്നതാണ്. പടച്ചോൻ തന്നതിനെ പടച്ചവനല്ലാതെ നീക്കം ചെയ്യാൻ കഴിയൂല. വഇയംസസ്ക ബിഖൈർ, നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറെങ്ങാനും അല്ലാഹു ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആര് എന്തൊക്കെ ചെയ്താലും, എവിടെ എന്തൊക്കെ മറിച്ചിട്ടാലും ഒരിക്കലും അത് നീക്കം ചെയ്യാൻ കഴിയൂല. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിൽ നിന്നാണ് ഖൈർ, അല്ലാഹുവിൽ നിന്നാണ് ഷർറ്. നമ്മുടെ ജീവിതത്തിൽ ഏറെക്കാലം വിവാഹം കഴിഞ്ഞിട്ടൊരു സന്താനം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, വിധി വന്നില്ല എങ്കിൽ പിന്നെ ഏത് മക്കാമിലാണ്, ഏത് ജാറത്തിലാണ്, ഏത് ദർഗയിലാണ് ഇതിന് പരിഹാരമുണ്ടാകുന്നത്? അള്ളാഹുവിനേക്കാൾ കഴിവുള്ള മറ്റാരാ ഉള്ളത്? അങ്ങനെ ഒരു കാര്യം മോഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയന്റെ അടുത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു, അള്ളാഹുവിന് കഴിഞ്ഞില്ലെങ്കിലും ഈ വലിയന് സാധിക്കുമെന്ന തോന്നലുണ്ടാകുന്നു. എത്ര വലിയ അപകടകരമായ വിശ്വാസത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹു ഖുർആനിൽ മറ്റൊരിടത്ത് പറയാണ്, ഇങ്ങനെ ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവാണ് കൊടുക്കുന്നത്. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിമകൾക്കിടയിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോരുത്തർക്കും വേണ്ടതവൻ ബാധിപ്പിക്കുന്നതാണ്. ചിലർക്കെന്നും ഖൈറായിരിക്കും, അതൊരു പരീക്ഷണം. ചിലർക്ക് എപ്പോഴും ഷർറായിരിക്കും, അത് മറ്റൊരു പരീക്ഷണം. രണ്ടുകൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കുമെന്നത് കൃത്യമായി ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളും വിഷമങ്ങളും ടെൻഷനുകളും നീറിപ്പുകയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അടുക്കളയാണ് പ്രശ്നം, ടോയ്ലറ്റാണ് പ്രശ്നം. ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചുണ്ടാക്കിയ വീട് അവസാനം പൊളിച്ചു മാറ്റാണ്, അല്ലെങ്കിൽ വീടൊഴിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് കാലിയാക്കി നാടന്നെ മാറിപ്പോകണം. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആരൊക്കെയോ ധരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, 12 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കുടുംബത്തിൽ തഅസിയത്തിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തിരക്കിട്ട പണിയാണ്. എന്താ പണി? സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ പറയുന്നു, 12 വയസ്സുള്ള മോൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള കാരണം ഈ കക്കൂസ് ടാങ്കാണ്. എന്നിട്ടത് മാറ്റി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക്
2 ദിവസത്തിനുള്ളിൽ പണി തീർത്തു. അവർ വിശ്വസിക്കുന്നു ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ശരിക്കൊന്ന് ആലോചിക്കണം. ഏത് നിലക്കൊക്കെയുള്ള ഷർറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന് പരിഹാരം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ പൈശാചികമായ പല ഷർറുകൾ നമുക്ക് വരാം. അതിനെന്താ പണി? ഏതെങ്കിലും പിശാചു സേവയാണോ? ഏതെങ്കിലും പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പൂജകളാണോ? അല്ല. ഇസ്തിആദത്ത് പഠിപ്പിച്ചു, കാവലി ചോദിച്ചുള്ള പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച ചികിത്സാ രീതികളുണ്ട്, ദിക്റുകളുണ്ട്, ഔറാദുകളുണ്ട്. ആ നിലക്ക് അതിനും അതിന് പ്രത്യേകമായ പ്രതിവിധികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാചു സേവകരാണെങ്കിലും മാട്ടുമാരണങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും പിശാചിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ നിലക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് പറയാൻ പറഞ്ഞു, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാ നിലക്കുമുള്ള ഷർറിൽ നിന്നുള്ള കാവല് ചോദിച്ചുള്ള വാക്കുകളാണ്. ഏത് സാഹിറിന്റെ അടുത്ത് നമ്മൾ ചെന്നാലും, ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നാലും, അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവിടത്ത് ചെന്നാൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയില്ല. പിന്നെ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രശ്നം ചെന്നവരോട് പറഞ്ഞാൽ അവർ പറയും, ഇത് ഗൗരവമാണ് കേട്ടോ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നം ഉണ്ടാകട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പടുത്ത് ആരെങ്കിലും മരിച്ചോ? ഒരാൾ മരിച്ചു, അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. എന്താ നമ്മൾ ചെയ്യാം? നമ്മൾ 20,000 രൂപ അങ്ങ് കെട്ടിവെക്കുക. കെട്ടിവെച്ചാൽ ഞങ്ങൾ കുറച്ച് തകിട് തരും, ചരട് തരും, ഏലസ് തരും, നൂല് തരും. അതൊക്കെ ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറൂല. നമ്മളെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമാധാനം കളയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കി മാറ്റാനാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ വിശ്വാസം? അല്ലാഹുവിലുള്ള തവക്കുൽ. നമ്മൾ ഏലസിലും ചരടിലും അല്ല നമ്മൾ തവക്കുലാക്കുന്നത്. പടച്ചവനെ, നിന്റെ നാമം കൊണ്ടിതാ ഞാൻ ഇറങ്ങുന്നു, നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാത്രമല്ല, മഹാരഥന്മാരായ ഉലമാക്കന്മാർ കിതാബുകളിലൂടെ പറയുകയാണ്, ജ്യോതിഷം രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രവചന സിദ്ധാന്തങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലും കുറ്റകരമാണ്. ജ്യോത്സ്യപ്പണി ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് പോലും കുറ്റമായി. ആരെങ്കിലും ജ്യോതിഷത്തിൽ നിന്നുള്ള ഇൽമ് പഠിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ സിഹറിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അത് ആ ജ്യോതിഷം പഠിക്കുന്നതോടുകൂടെ അവനിൽ സിഹറിന്റെ അറിവാണ് അധികരിക്കാൻ പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ പ്രവചിക്കുന്നവനായി മാറിയാൽ അവന്റെ അടുത്തേക്ക് പോകുന്നത് പോലും കുറ്റകരമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്തേക്ക് പോകുന്നത്, ആരെങ്കിലും ഒരു പ്രവചനക്കാരന്റെ ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് ഫസഅലഹു അൻ ഷൈ, അവിടെ ചെന്നിട്ട് വല്ലതും അവരോട് ചെന്ന് ചോദിച്ചാൽ, എന്നെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആകെ ഒരു വലിയ പ്രയാസത്തിലാണ്, എന്തേലും പരിഹാരം ഉണ്ടോ? നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ലം തുഖബൽ ലഹു സ്വലാത്ത് 40 ലൈല, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. 40 ദിവസത്തെ നിസ്കാരം പോലും പിന്നെ അള്ളാഹുവിന് വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള അങ്ങേയറ്റത്തെ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്തത്. പോവാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെ ഒരാളടുത്ത് ചെന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ പ്രവാചകന് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ അവിശ്വാസിയായിരിക്കുന്നു. ഖുർആനിൽ അവൻ കാഫിറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ആരെങ്കിലും ശകുനം നോക്കുന്ന സ്വഭാവമുണ്ടോ, അല്ലെങ്കിൽ ശകുനം നോക്കിപ്പിക്കുന്നവനാണോ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഭാവി പ്രവചിക്കുന്നവനാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രവചിപ്പിക്കുന്നവനാണോ, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അടുത്തത് ഔ സഹറ, ആരെങ്കിലും സിഹർ ചെയ്യുന്നുണ്ടോ, ഔ സുഹിറ ലഹു, ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മിൽപ്പെട്ടവനല്ല.
അതുകൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന സുപ്രധാനമായ കാര്യമായി നാട്ടിൽ പല നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങൾ പെരുകുകയാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. എല്ലാ മതസ്ഥരും അതിൽ തുല്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ മനസ്സിന് സമാധാനം തരണമെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയാനുള്ള ധൈര്യവും ഊർജവും ഇൽമും നമുക്കുണ്ടാവണം. 2, മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്ന കാര്യം പാപങ്ങളാണ്. ഒരു തെറ്റ്, ഒരു ഹറാം, ഒരു വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യരുതെന്ന് പറയാ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ, നമുക്കൊരു സ്വസ്ഥത കിട്ടൂല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ മാനസിക വിഷമം എത്ര കാലം അത് നിലനിൽക്കും. പ്രത്യേകിച്ചും അറിഞ്ഞുകൊണ്ടൊരു തെറ്റു ചെയ്താൽ, ഈ തെറ്റിന് ഇത്ര കുറ്റമുണ്ടെന്നറിഞ്ഞിട്ട് ഇത് പരലോകത്ത് പൊറുക്കൂല എന്നറിയുന്ന ഷിർക്കിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് അതൊക്കെ ഷിർക്കൊരാൾ ചെയ്താൽ അയാൾ എന്നും വേദനയിലാണ്. വ്യഭിചാരത്തിന്റെ ഗൗരവം, സ്വവർഗരതിയുടെ ഗൗരവം, പലിശയുടെ എത്ര ഹദീസുകൾ നമ്മൾ പഠിച്ചു. എന്നിട്ടും ആ തെറ്റ് ചെയ്തവന്റെ മുഖത്തുണ്ടാകും അവന്റെ മനസ്സിന്റെ വിഷമങ്ങൾ, തീരാത്ത വേദന അവനുണ്ടാകും. ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞവന് ഇടക്കിടക്ക് പറയാനുണ്ടാകും. നോക്കൂ, നിങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാപം എന്ന് പറഞ്ഞാൽ അൽ-ഇസ്മു, പാപം എന്ന് പറഞ്ഞാൽ മഹാകഫി സ്വദിരിക്കാതെ ചെയ്താൽ നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കും, ഒരു അസ്വസ്ഥതയുണ്ടാക്കും. വകരിഹത അയ്യത്വലി അലൈഹിന്നാസ്, ജനങ്ങൾ അത് അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാപങ്ങളാണ്. ഏത് വേണമെങ്കിലും കൂട്ടിവെച്ചോ. എന്നാൽ കടുത്ത ചില പാപങ്ങൾ ചെയ്താൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇബാദുർ റഹ്മാന്റെ ഗുണം പറയാണ്, അല്ലാഹു അല്ലാത്തവരോട് ഒരിക്കലും അവര് പ്രാർത്ഥിക്കൂല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരിക്കലും ഒരു അന്യായമായ ഒരു ജീവനെ അവർ വധിച്ചു കളയൂല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കൂല. ഇതൊക്കെ മനുഷ്യനെ നീറ്റിപ്പുകക്കുന്ന സാധനങ്ങളാണ്. താൽക്കാലിക രസത്തിനും സുഖത്തിനും വേണ്ടി ചെയ്യുന്ന സുഖഭോഗങ്ങളാണ്. വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ അവൻ അതിന്റെ പാപം അനുഭവിക്കും, കണ്ടുമുട്ടും. അത് 2 ലോകത്തും അവൻ അതിന്റെ എല്ലാ നിലക്കുമുള്ളത് അവൻ അനുഭവിക്കേണ്ടി വരും. ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, പാപക്കറകളെങ്ങാനും പുരണ്ടുപോയാൽ, അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിരാശനാകണ്ട, അല്ലാഹ് പാപം പുറത്തു തരും. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. ഉടൻ തൗബ ചെയ്തു. നീ നിരാശപ്പെടല്ലേ, അള്ളാന്റെ റഹ്മത്തുണ്ട്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തുണ്ട്. നീ നിരാശനാവല്ലേ, പെട്ടെന്ന് തിരിച്ചു വാ, നീ പാപങ്ങളിൽ അവസാനിപ്പിക്കുക, നീ തൗബ ചെയ്ത് പശ്ചാത്തലം. നബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. ഗഫൂർ എന്ന പാദത്തിന്റെ, ആ വാക്കിന്റെ നാമത്തിന്റെ കൂടെ റഹീം, കാരുണ്യവാനാണ്. പാപം ചെയ്തവനോട് പോലും അല്ലാഹു തആല കരുണ കാണിക്കും. നമുക്ക് വേണം, പുറത്ത് കിട്ടണം എന്ന പ്രാർത്ഥനയുണ്ടാവണം. വല്ലദീന യഖൂലൂന റബ്ബനാ ആമൻ റബ്ബനാ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. തഖീങ്ങളുടെ പ്രാർത്ഥനയാണ്, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു തരണം റബ്ബേ, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾക്ക് പുറത്തു തരണേ. വഖിനാ അദാബന്നാർ, ഈ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റരുത് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അവർ സമാധാനം നേടിയെടുക്കും. അതോടൊപ്പം എത്ര കാലം നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നോ അന്ന് നമ്മൾ പൂർണ്ണ സന്തോഷത്തിലായിരിക്കും. ഇക്കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തെറ്റുകൾ നമ്മൾ ഇന്നു മുതൽ കുറച്ചു വരാൻ തുടങ്ങിയാൽ ഇന്നു മുതൽ നമ്മുടെ സന്തോഷങ്ങൾ കൂടാൻ തുടങ്ങുകയാണ്. കണ്ണുകളെ നിയന്ത്രിച്ചോ, സമാധാനം ഉണ്ടാക്കാൻ പറ്റും. അരുതാത്തത് കാണുന്ന അവസ്ഥയുണ്ടോ, നമുക്ക് സ്വസ്ഥതയില്ല. ചെവി കൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്നുണ്ടോ, നിർത്തണം അത്. നാവ് കൊണ്ട് അന്യായം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, നീ തെറ്റുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥമാകില്ല. നിന്റെ മനസ്സുകൾ ഇങ്ങനെ കറ പുരണ്ട് കറ പുരളുകയാണ് നമ്മുടെ കൽബ്.
പാപങ്ങളിൽ നിന്ന് നമ്മളങ്ങ് ശുദ്ധനായി മാറിയാൽ സൂര്യപ്രകാശം പോലെ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന തെളിമയുള്ളതാക്കി മാറും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. 3, ഞാൻ എന്തെങ്കിലും ഒരു മുസീബത്തിലും പ്രയാസത്തിലും വിഷമത്തിലും ബാധിച്ച് കിടക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന തോന്നലുണ്ടോ, അവർക്ക് ടെൻഷനായിരിക്കും. എന്നെ രക്ഷിക്കാനും എന്നെ സഹായിക്കാനൊന്നും എനിക്കാരുമില്ല എന്ന തോന്നൽ വരുന്നവർക്ക് എന്നും അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് നിങ്ങളുടെ കൂടെ അല്ലാഹുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എവിടെയായിരുന്നാലും, വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ നേർക്ക് നേരെ കാണുന്നുണ്ട്. അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസം നൽകുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തി. നിഷേധിക്കില്ലല്ലോ നമ്മൾ. കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് മാറേണ്ട ഘട്ടം വന്നു. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പിന്നീട് മന്ത്രി പദത്തിലേക്ക് ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയ സൂറത്ത് യൂസുഫിന്റെ അധ്യായം വായിക്കുമ്പോ കാണാം, ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ. ആരാ യൂസുഫ് നബിനെ സംരക്ഷിച്ചത്? അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായ സംരക്ഷണം നൽകുന്നവൻ. വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹുവിന്റെ കൂടെ അവൻ ഏറ്റവും കാരുണ്യവാനാണ്. കിണറ്റിനകത്ത് യൂസുഫ് നബിക്ക് സംരക്ഷണം നൽകിയ ഒരു പടച്ചറപ്പുണ്ട് നമ്മുടെ കൂടെ. മത്സ്യത്തിന്റെ വായിക്കകത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകിയ ഏറ്റവും ശ്രേഷ്ഠ കഴിവുള്ള റബ്ബുണ്ട് നമ്മുടെ കൂടെ എന്ന വിശ്വാസം നമുക്ക് വേണം. ഫിറഔനിന്റെ ഇടയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി 2 പേരും പേടിച്ച് ഇതാ പിടിക്കപ്പെടും, നമ്മൾ വധിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, വേണ്ട, എൻ്റെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം നൽകുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലാ തഖാഫാ ഇന്നി മഅകുമാ അസ്മഉ വ അറാ. അല്ലാഹ് പറയുന്നുണ്ട് അവരോട് 2 പേരോടും, നിങ്ങൾ 2 പേടിക്കരുത്, ഭയപ്പെടരുത്. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെ 2 പേരുടെയും കൂടെയുണ്ട്. അസ്മഉ വ അറാ, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അല്ലാഹുവിൽ ശരിയാവണ്ണമുള്ള ദീനിയായ വിശ്വാസവും തൗഹീദ് ഏകദൈവാരാധന മുറുകെ പിടിച്ചാൽ പടച്ചോൻ നമ്മുടെ കൂടെ സംരക്ഷകനായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ, എന്ത് ചെറിയ പ്രായത്തിൽ എത്ര ഇൽമാണ് നേടിയെടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ച് യാ ഗുലാം, പൊന്നുമോനെ വിളിച്ചു പറയാണ്, മോനെ എന്ന് വിളിച്ചു ഉപദേശിക്കുകയാണ്. ഇഹ്ഫദില്ലാ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സഹായിക്കും കേട്ടോ. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, അല്ലാഹുവിന്റെ സഹായം നിനക്ക് കാണാൻ പറ്റും. നീ അല്ലാഹുവിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് ജീവിച്ചോ. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കാനുള്ളതൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുമ്പോഴെല്ലാം അല്ലാഹുവിനോട് സഹായം തേടിക്കോ. എന്തൊരു ബോധമാണ്, എന്തൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്ന ആലോചിക്കുക. എനിക്ക് അല്ലാഹുണ്ട് എൻ്റെ കൂടെ എന്ന ചോദ്യം. നമ്മൾ എത്ര കാലം തഖ്വയിലും മുഹ്സിനായി നല്ലവരായി സുഹൃതം ചെയ്ത് ജീവിക്കുന്നു, പടച്ചോണ്ട് നമ്മളെ കൂടെ സംരക്ഷകനായിട്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയിലായി ജീവിക്കുന്നവരുടെ കൂടെ അല്ലാഹുണ്ട്, മുഹ്സിനീങ്ങളായി ജീവിക്കുന്നവരുടെ കൂടെ, സുഹൃതം ചെയ്യുന്നവരുടെ കൂടെ അല്ലാഹുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന വക്താക്കളല്ല. സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, ശാന്തമായ ജീവിതമുള്ള, കുറ്റകൃത്യങ്ങൾ കൊണ്ട് സന്തോഷം കണ്ടെത്താത്ത, ആഭിചാര്യങ്ങളും അതുപോലെ പൈശാചിക പ്രവണതകളിലും അകപ്പെട്ടുകൊണ്ട് മഹാ അപരാധങ്ങൾ ചെയ്ത് നാശകരമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറാതിരിക്കണം. നമുക്കൊരു നാടിനെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനത്തോടെ ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.